Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എത്ര ഗസ് ചെയ്താലും മനസ്സിലാവാൻ പോകുന്നില്ല. അതീ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഉടനെ ഈ ടേബിളിലോട്ട് നോക്കിയേക്കല്ല, എന്നാൽ പിന്നെ കണ്ടുപിടിക്കാൻ നോക്കും. പക്ഷേ ഇതുവരെ നമ്മളിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അതാ സത്യമേ, അതാണല്ലോ എൻ്റെ കുറ്റമാണ്, ഞാൻ സത്യം അതാ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് ആദ്യം പറയാം, എന്നേച്ചു വന്നതല്ലോ വർത്താനം പറയുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്നാന്ന് വെച്ചാൽ പാവ് ഭാജിയാണ് ചെയ്യാൻ പോകുന്നത്. പാവ് ഭാജി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. ബോംബെയിലൊക്കെ ചെന്നാൽ സ്ട്രീറ്റ് ഫുഡാണ് പാവ് ഭാജിയിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അല്ലാതെ നമ്മൾ വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരികയല്ലേ. എനിക്ക് സ്ട്രീറ്റിൽ കഴിക്കുന്ന പാവ് ഭാജി ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇല്ല, നല്ലപ്പോഴേ ഉള്ളൂ കേട്ടോ. വൺസ് ഇൻ എ ബ്ലൂ മൂണൊക്കെ തിന്നാവേ. എന്ന് വെച്ചാൽ നമ്മൾ കേരളയിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ കേരളക്കാരെന്നല്ല, ഇനിയിപ്പോൾ ആരായാലും ഏത് നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ കുഞ്ഞിലെ ശീലിച്ചേക്കുന്ന ആഹാരമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. ഒരു ഫോറിൻ ഫുഡോ അല്ലെങ്കിൽ ആ നാട്ടിലെ ഫുഡോ നമ്മൾ കഴിക്കുവാന്നേല 1-2 ദിവസം, അല്ലാതെ അതിനപ്പുറം നമുക്ക് ഒക്കുകയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യം വന്നേല ഞാൻ പറയാം, എനിക്ക് ഫുഡിനോട് ഇഷ്ടമുള്ളതുകൊണ്ടും ഈ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതെന്ന് ഒരു ക്രേസ് പോലെ തന്നെ എനിക്കിഷ്ടമാണ് ആഹാരം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് എല്ലാ ഫുഡിനെയും പറ്റി പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചതായത്. പിന്നെ അന്നേരം നമ്മൾ അവർ ഈ ഉണ്ടാക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അവരെന്നാക്കിയാണ് ചേർക്കുന്നതെന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല. എന്നാന്ന് വെച്ചാൽ അവരുടെ ഒരുപാട് ഇങ്ങനെ ഈ പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് ഓരോ പാത്രത്തിൽ. അന്ന് വെച്ചാൽ അതെടുത്ത് ഇങ്ങനെ നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ ഇടുകയില്ല എന്ന് പറഞ്ഞ കൂട്ട് അങ്ങനെ അങ്ങ് തട്ടുക. അതുകൊണ്ട് നമുക്ക് ചോദിച്ചാലൊന്നും അവരോട്ട് പറഞ്ഞും തരികയില്ല. പിന്നെ നമ്മുടെ ഒരു ഐഡിയയിൽ വെച്ചൊക്കെ ഉണ്ടാക്കാനേ ഒക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് എത്തുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പോലെ അല്ല, ഒരു ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. ഇനി വേണ്ട എന്നാ സാധനമല്ലേ, നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാവുമോ എന്നൊന്നും സംശയമാവുന്നേ. അങ്ങനെ ഒന്നും സംശയിക്കണ്ട. എന്നാന്നോ ഇപ്പോൾ ഇതിൻ്റെ മസാലാസ് എല്ലാം സൂപ്പർ സ്റ്റോഴ്സിൽ വാങ്ങിക്കാൻ കിട്ടും. അന്നേരം പിന്നെ എന്നാ പേടിക്കാനാ, ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ ചെല്ലുവാന്നേ കിട്ടുവരാന്നേ ഉള്ളൂ. നമ്മൾ നല്ലപ്പോഴേലും സിറ്റി വരുമ്പോഴത്തേന് അങ്ങ് മേടിച്ചങ്ങ് സ്റ്റോക്ക് ചെയ്ത് ഒന്നും ചീത്തയാവുന്ന ഒരു സാധനമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ എന്നാ വേണ്ടിയെന്ന് നോക്കിയോ. ആദ്യം വേണ്ടിയത് ബട്ടർ, പിന്നെ വേണ്ടിയ കുറച്ച് സവാള, വെളുത്തുള്ളിയുടെ പേസ്റ്റാണിത്, കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ, നാരങ്ങയുടെ നീര്. ഇതാണ് ഞാൻ പറഞ്ഞ പാവ് ഭാജി മസാല വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇതിനകത്തുണ്ടല്ലോ കുറേ ജീരകം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാ. ഇത് മേടിക്കാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കുവരല്ലോ. അപ്പോൾ നമ്മൾ പൊടി ഉണ്ടാക്കി വെച്ചാലും അത് ഒത്തിരി അങ്ങോട്ട് നമുക്ക് ഉപകാരപ്പെടുകയല്ല. അതിലും ഭേദം നമ്മളൊരു പാക്കറ്റ് അങ്ങ് മേടിക്കുന്നതാണല്ലേ. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണേ, കുറച്ച് ഉപ്പ്, കോളിഫ്ലവർ പുഴുങ്ങിയതാന്നു ഇത്, ഉപ്പിട്ട് വേവിച്ചേക്കുക, ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചേക്കുക. ഇതേപോലെ പാവ് ഭാജിയുടെ ബണ്ണ് നമുക്ക് മേടിക്കാൻ കിട്ടും, അത് മേടിച്ചേച്ചാൽ മതിയേ. അതല്ല ബണ്ണ് വീട്ടിലുണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അന്നേൽ അങ്ങനെ ചെയ്യാം. നമുക്കിവിടെ ഒരു പ്രാവശ്യം ബണ്ണുണ്ടാക്കണം കേട്ടോ, ഇച്ചിരി പ്രയാസമാണ്. എന്നാലും വേണ്ടിയല്ല, ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ടല്ലോ. നമുക്ക് വീട്ടിലുണ്ടാക്കി നമ്മൾ അമ്മമാർ പറയല്ലേ, മക്കൾ കഴിച്ചു ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയൊക്കെ ഇച്ചിരി കൂടുതൽ അങ്ങ് എടുത്തോ. കാര്യം ഇതൊരു എന്നാ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ അല്ല, അവർക്ക് ഏറ്റവും കൂടുതൽ മല്ലിയിലയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്നാക്കെ ചേർക്കുമെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ചേർക്കാൻ നോക്കും, പിന്നെ അന്നേരം ബീട്രൂട്ട് ചേർക്കാൻ നോക്കും. ഈ ബീട്രൂട്ടൊക്കെ ചേർക്കുവാന്നേലേ അതിനാ നിറമൊക്കെ കിട്ടും. ചിലർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട് ബീട്രൂട്ട്, ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് നമ്മുടെ ടേസ്റ്റ്, അതായത് നമ്മുടെ നാവിന് ഇഷ്ടമുള്ള രുചികൾ പലതാ. അന്നേരം അതിനേതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതങ്ങ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു കടായി, അതായത് ഇത് നോൺ സ്റ്റിക്കാന്നു, അതില്ലേൽ നമ്മുടെ വലിയ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ അല്ലെങ്കിൽ വലിയ ഇരുമ്പിൻ്റെ ചപ്പാത്തിക്കല്ലോ എടുത്തേച്ചാൽ മതി. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത്.
അന്നേരം നമ്മുടെ വീട്ടിലൊക്കെ പഴകിയ എന്താ പറയുക ദോശക്കല്ലോ അല്ലെങ്കിൽ ചപ്പാത്തിക്കല്ലോ ഒക്കെ കാണുവേ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ വറക്കുമല്ലേ, ഇച്ചിരി കുഴിവുള്ള ഇച്ചിരി വലിപ്പമുള്ള ഒക്കെ ഒരു ചട്ടി പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. ഈ ഷേപ്പിനുള്ള എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു പാത്രം അങ്ങ് എടുക്കുക. ഇനി കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. ഇതിനകത്തോട്ട് ഇത് ബട്ടറിലാണ് ഉണ്ടാക്കുന്ന, എണ്ണ വേണ്ട. ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു ഇച്ചിരി ടേസ്റ്റ് ഉള്ളത്. ഇത്രയും സാധനം വഴറ്റാനുള്ളതാ. 2 ക്യൂബേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ ഞാൻ ഒത്തിരി ഇട്ടതായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ തോന്നരുത്. ഇത്രയും സാധനം വഴറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടറൊക്കെ വേണേ. അന്നേരം ഒരുപാട് വഴക്ക് പറയരുത്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല രുചിയായിട്ട് ഉണ്ടാക്കണ്ടേ. അല്ലെ പിന്നെ പറയും ഓ ഇത്രയൊക്കെ ചെയ്തേച്ച് ഒരു വായിക്കോ ഒരു വെക്കാൻ കൊള്ളുകയെന്ന് പറഞ്ഞാൽ ഒരു രുചിയില്ല, തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. ബട്ടർ അങ്ങോട്ട് ഉരുകി കഴിഞ്ഞാൽ ഉള്ളി ഇതിനകത്തോട്ട് ഇടണം. ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു 3/4 ടീസ്പൂണോളം ഇട്ടു. ഇത്രയും വെജിറ്റബിളൊക്കെ ചേരാനുള്ളതല്ലേ. ഇനിയാണ് ഇതിന് പണി വരുന്നത്. ഈ ഒരു നേരം മാത്രമേ ഇതിന് നേരം പോകുന്നുള്ളൂ. എന്നാന്നോ ഉള്ളി ഇച്ചിരി ബ്രൗൺ ആവണേ, അതിന് വേണ്ടിയിട്ട് നേരം പോകും. പക്ഷെ ആ ബ്രൗൺ ആവണം, നമുക്ക് നേരമില്ല. പക്ഷെ എന്നാൽ സ്പീഡിൽ ബ്രൗൺ ആക്കി എടുക്കാൻ വേണം. അതിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൂട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം. അപ്പോൾ ഇച്ചിരി വേഗം സാധാ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി നേരത്തെ അതൊന്ന് ബ്രൗൺ ആയി കിട്ടത്തേ ഉള്ളൂ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം, ഇത് സോൾട്ടഡ് ബട്ടറാണ്. അന്നേരം അതിൻ്റെ ഉപ്പ് കൂടെ ഉണ്ട് ഇതിന്. അന്നേരം ഒന്ന് ഇച്ചിരി നോക്കിയേച്ച് വേണം ബാക്കി ഉപ്പ് ചേർക്കാനായിട്ട്. ഉള്ളി കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർക്കുക. എല്ലാം ഒരു ഇച്ചിരി 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 ഒന്ന് വഴറ്റി പോണേ. ഇതിന് കൂടെ തന്നെ ടൊമാറ്റോ, ഒരു ഇച്ചിരി പുളിയല്ലേ. അന്നേരം നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. പക്ഷെ എന്നാൽ ചേർക്കണമെന്ന് ചോദിച്ചാൽ ചേർക്കണം. എന്നാന്നോ അതിൻ്റെ ഒരു സ്വാദൂടെ വരണം. ഒരു 1/2 മതിയേ. നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ 1 ടീസ്പൂണോളം എടുക്കാം. അത്രയും പുളി ടൊമാറ്റോയ്ക്ക് കാണുകയില്ല. പക്ഷേ ഇച്ചിരി എന്നാ പുളിയുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ. ഇതും ഇതേപോലെ നല്ല ഉള്ളി നല്ല വഴന്നങ്ങ് ചേർന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ടൊമാറ്റോയും നല്ല അസലായിട്ട് കിടന്ന് വഴലണം. നേരത്തെ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടതേ ഉള്ളൂ. ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ വഴറ്റുന്ന സമയത്ത് മറ്റേ ഉള്ളി നല്ലോണം മൊരിഞ്ഞു. അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്സിക്കം ചേർത്തു. അത് കഴിഞ്ഞ് നമ്മൾ ടൊമാറ്റോ ചേർത്തു. ഇച്ചിരി നാരങ്ങാനീരും കൂടെ ചേർത്തു. ഇനി ഈ വെജിറ്റബിൾസിനകത്തോട്ട് പിടിക്കാനായിട്ട് ആ മസാല ചേർക്കണം. ഏതാ പാവ് ഭാജി മസാല കുറച്ച് ചേർക്കണം. ഇത് ബേസിക്കലി ഒരു ഇച്ചിരി സ്പൈസി ആണ്. എന്നാൽ നമ്മുടെ എരിവ് കണക്കാക്കി വേണം ഇത് ചേർക്കാനായിട്ട്. ഇപ്പം ഞാൻ ചേർക്കുന്നത് നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന ഇത്രയും വെജിറ്റബിൾസിന് വേണ്ടി മാത്രമാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. നിറച്ചല്ല, കുറച്ചായിട്ട് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഒരു കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. മസാലയും പുളിയും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചേരേണ്ട ഒരു ആളാണ് ഉപ്പ്. അത് ഉപ്പ് മസാലയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചേർക്കുന്ന പച്ചക്കറിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മൾ ചേർത്താൽ മതി. അല്ലാതെ ആദ്യമേ ഒരുപാട് അങ്ങ് ചേർക്കണ്ട. ഇനിയിപ്പോൾ ഇതിനുള്ള മസാല മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ആ കോളിഫ്ലവർ, പീസ് ഇതെല്ലാം ഇടുമ്പോൾ ഞാൻ ഇച്ചിരി കൂടി പാവ് ഭാജി ഇടും.
വയറ്റും തോറും ഉണ്ടല്ലോ നമ്മൾ ഈ പച്ചക്കറി ഇങ്ങനെ ഉടച്ചുടച്ചുടച്ച് പോണേ. അതല്ല, നമ്മൾ ഈ ഉടയ്ക്കുന്ന മത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടൊമാറ്റോ നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ, അതായത് നല്ല ഗ്രേവി പോലെ ആയി കഴിയുമ്പോൾ ആ മത്ത് വെച്ചോ എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷറുണ്ട് അത് വെച്ച് ഒന്ന് ഉടച്ചെടുക്കണേ. അഥവാ ഇത് ഉടച്ചെടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊന്നുമല്ല, ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ പാവ് ബേസിക്കലി അങ്ങനെയാണ്, ഉടച്ചെടുത്തിട്ടാണ് അത് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണെന്നറിയോ, നമ്മുടെ പൂരിയുടെ മസാലയില്ലേ അതിൻ്റെ ഒരു വേറെ ഫാമിലി, അത്രയേ ഉള്ളൂ. അത് കുറച്ച് ഈ മസാലാസൊക്കെ ചേർക്കുന്നു, കുറേ വെജിറ്റബിൾസ് ഉള്ളിൽ പോവും. ഇത് കുറച്ച് ആയിക്കഴിഞ്ഞേ ഇതാ ടൊമാറ്റോ ഒക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി എന്നാന്നോ ഇതിനെ ഒരു ഇച്ചിരി സൈഡിലോട്ട് വെച്ചേച്ച് കുറച്ച് കോളിഫ്ലവറും കുറച്ച് പീസ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് പീസ് ഇടാം. ഞാൻ വീട്ടിലുണ്ടാക്കുവാന്നേലും പിള്ളേർക്ക് ഈ പീസ് ഒതിയും ഇഷ്ടമല്ലേ. ഇതങ്ങോട്ട് നല്ലതായിട്ട് ഇളകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ മസാല ബാക്കി ഞാൻ നേരത്തെ ചേർത്തിട്ടേ ഉള്ളൂ, അതായത് നമ്മുടെ ആ ടൊമാറ്റോയ്ക്കകത്ത് വേണ്ടിയിട്ടുള്ളതേ ചേർത്തിട്ടുള്ളൂ, പോരാ. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എരിവ് വേണ്ടാത്തവർ ചേർക്കരുത്, ഇത്രയും എരിവ് മതിയാവും. ഇച്ചിരി എരിവ് വേണ്ടിയവർ ഇച്ചിരി ചേർത്തോ കേട്ടോ. ഇച്ചിരി എരിവ് ഉള്ളതിനുള്ള ടേസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം. അന്നേച്ച് നേരത്തെ ഒരു ഇച്ചിരി ഉപ്പായിട്ടേക്കുന്നേ, അന്നേരം ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഉപ്പും കൂടെ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം ചേർന്നതല്ലേ, അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഇടണം. നേരത്തെ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ചുമ്മാ പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു, വെന്തതാ. എന്നാലും ഉണ്ടല്ലോ പാവ് ഭാജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ടൊന്ന് ഉടയണം. മാത്രമല്ല നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാല കംപ്ലീറ്റ് ആ വെജിറ്റബിളെ പിടിക്കണം. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് അതിനെ ഒന്ന് നല്ലതായിട്ട് വേവിക്കണം ഒന്നുകൂടെ, അതായത് ഉടഞ്ഞ് അതിനകത്ത് അങ്ങ് ചേരണം. നമ്മൾ ഈ ഓരോ പ്രാവശ്യവും വെള്ളം ചേർക്കുമ്പോൾ അത് വറ്റുക, പിന്നെ രണ്ടാമത് അത് ഒന്നുകൂടെ വെള്ളം ഒഴിക്കണം. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ ഒഴിച്ച് വെള്ളം അടച്ചിടുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ല, അടച്ചിടാതെ പൊട്ടറ്റോ മാഷറോ മത്തോ എന്നതേലും വെച്ചേച്ച് ഇത് ഉടയ്ക്കുവാന്നേൽ ഈ തുറന്നിട്ട് തന്നെ ഇങ്ങനെ വെള്ളം ഒഴിക്കുക, ഉടയ്ക്കുക, നല്ലോണം ചേർക്കുക, ഡ്രൈ ആക്കുക. പിന്നെ നമ്മൾ ആ ടേസ്റ്റ് നോക്കുക, എന്നതാ അതിന് കുറവെന്ന് വെച്ചാൽ അതനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കറക്റ്റ് ടേസ്റ്റ് ആക്കി എടുക്കുക. ഈ പാവ് ഭാജി മസാലയും മുളക് പൊടിയും മാത്രം മതി ഇതിന്. ആക്ച്വലി മഞ്ഞപ്പൊടി ഇടുന്നവർ ഒരു നുള്ളു വേണമെങ്കിൽ ഇട്ടോ, മസ്റ്റല്ല. പിന്നെ നമുക്ക് അത് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടി ഇട്ടില്ലേ ഒരു മനസ്സിനൊരു വിഷമല്ലേ, അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി. ജീരകം ഇടേണ്ടവർക്ക് ആദ്യം ബട്ടറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇച്ചിരി കൂടി ജീരകം ഇടാം. പാവ് ഭാജിക്കകത്ത് ശരിക്കും ജീരകത്തിൻ്റെ ഒക്കെ നല്ല ചൊവ്വയുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ എക്സ്ട്രാ ഇടണ്ട. ഇനി ചെയ്യാനുള്ളത് ഇതേപോലെ എല്ലാ പച്ചക്കറിയും ചേർത്തേച്ച് മാഷർ വെച്ച് നല്ലോണം ഉടച്ചിട്ട് നല്ലതായിട്ട് അതിനൊരു സെമി ഗ്രേവി ആക്കി എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ മല്ലിയില ധാരാളം ഇട്ടോണം. അതിൻ്റെയൊക്കെ ഫ്ലേവർ, നോർത്തിനുള്ള ഫ്ലേവർ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, നമ്മളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ മല്ലിയില ഒരു പ്രാവശ്യം ഇട്ടേച്ചാൽ മതി, എപ്പോഴും ചേർക്കേണ്ട. കാര്യം മല്ലിയില ഒരുപാട് ഇട്ടാൽ ആ മണം, ആ ഒരു രുചി മാത്രം മുന്നേ നിൽക്കുവേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒഴിച്ച ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വറ്റി. ഇനി രണ്ടാമത് ഞാൻ ഒഴിക്കാൻ പോകും. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒഴിച്ച് ആ പച്ചക്കറി മുഴുവൻ ഉടച്ച് ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കിയേ എത്ര നേരം വേണം. അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ നേരം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബണ്ണിങ്ങനെ രണ്ടായിട്ട് കീറിയേച്ച് ഇച്ചിരി ബട്ടർ തേച്ച് അതിനൊന്ന് മുരിച്ചെടുത്തേച്ച് വേണം ഇതുമായിട്ട് സെർവ് ചെയ്യാൻ. ഇനി സെർവ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ പാവ് ഭാജിയുടെ മസാല റെഡിയാണ്, ഇനി സെർവിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ റെഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് റെഡി എന്ന് പറയാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ മിനിമം 3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ഉടച്ചെടുക്കണം. നമ്മുടെ പാവ് ഭാജി ഇവിടെ റെഡിയാണ്. നോക്കൂ, ഇങ്ങനെ ചെയ്യുക. പ്രസൻറ്റേഷനും ഇങ്ങനെയാണ്. ഇനി ഉള്ളി ഇത് വട്ടത്തിൽ അരിഞ്ഞതേ ഉള്ളൂ, അതല്ല കുഞ്ഞായിട്ട് അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ.
കഴിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഏതാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് വിഷ്ണു മാനസയാണ് വരാൻ പോകുന്നത്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവരെ നമുക്ക് ആനീസ് കിച്ചണിലേക്ക് വിളിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലെ വിശേഷം അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആനീസ് കിച്ചണിലേക്ക് അവരെ ഹാർദ്രമായി സ്വാഗതം ചെയ്യാം. വിഷ്ണു, മാനസ, വരൂ. നമസ്തേ. 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 ഒരുപാട് വിശേഷങ്ങൾ പറയാനില്ലേ ഞങ്ങളോട്? ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇരിക്കാം. വരും. ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാൻ എന്തറിയോ, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹീറോയിൻ വന്നു ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും. ശരിക്കും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇത്ര ഇടം പിടിച്ച എങ്ങനെയാ ഇത്ര വേഗം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? ശരിക്കും ഒരു അപ്പൊ ചേച്ചിനോട് ഈ ചോദ്യം ചോദിച്ചാൽ എന്താ പറയും? ചേച്ചി ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളായിരിക്കും. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയാൻ മേല. വീട്ടില് അമ്മയും അമ്മാമ്മയൊക്കെ ഷോ കാണുന്ന തന്നെ ചേച്ചീനെ കാണാൻ വേണ്ടിട്ടാണ്. സെക്കൻഡറി ആണ്. പിന്നെ ഈ മാനസയിൽ ഇപ്പം വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏറ്റവും കുഞ്ഞി ഫേസ് അല്ലേ മൂക്ക്? കുഞ്ഞു ഫേസ്. നാക്ക് വരുന്ന അല്ല, ഈ പറയുന്ന കേൾക്കും. ഇപ്പൊ നിങ്ങൾ അഭിനയിച്ച പടം ചിൽഡ്രൻസ് പാർക്കാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ആണോ ചെയ്തത്? അതെ, ഒന്ന് ചിൽഡ്രൻസ്, ഒന്ന് വികടകുമാരൻ, അത് ബോബൻ സാമുവൽ ചേട്ടൻ്റെ പടം. അത് കഴിഞ്ഞിപ്പോ ഷാഫി സാറിന്റെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ പടത്തില് ഞങ്ങള് അഭിനയിച്ചു. അത് ഇപ്പൊ റിലീസ് ആവാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞാനും ബേബിനും കൂടി തിരക്കഥ എഴുതിയൊരു സിനിമയുണ്ട്, ഒരു യമണ്ടൻ പ്രേമകഥ. അതിന് ഷൂട്ട് കഴിഞ്ഞോ? ഇല്ല, ആ ഷൂട്ട് കഴിഞ്ഞു. അതിന്റെ ഡബിങ് നടക്കണു. ഓക്കെ. ഒരു കാര്യം ചോദിച്ചിട്ടേ, അതെന്നെ അങ്ങനെ പേരിട്ടെ? അത് ആ പടം കാണുമ്പോൾ മനസ്സിലാവും, അതൊരു യമണ്ടൻ പ്രേമകഥയാണ്. സാധാ പ്രേമകഥയല്ല, അല്ല, ഒരു യമണ്ടൻ പ്രേമകഥ. അപ്പൊ ഈ ചിൽഡ്രൻസ് പാർക്ക് ഇട്ടെന്ന് ഷാഫി സാർ നിങ്ങളെ കണ്ടിട്ട് ചിൽഡ്രൻസ് ആക്കിയതാന്ന്? ഞങ്ങളൊക്കെ ചിൽഡ്രൻ പോലെയല്ലേ തോന്നുന്നത്? ഞാനാണല്ലേ അതിന് എടുത്തു ചോദിക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ മോഹം. അതിലൊരു 100ഓളം കുട്ടികളുണ്ട്. ഒരു അനാഥാലയത്തിന്റെ കഥയാണ് ചിൽഡ്രൻസ് പാർക്ക്. റാഫി സാറാണ് സ്ക്രിപ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസസ്? എനിക്ക് സെറ്റ് പോകുന്നതിന് മുമ്പേ ആകെ വിഷ്ണുവിനും റാഫി സാറിനെ മാത്രമേ അറിയുള്ളൂ, വികടകുമാരിൽ കണ്ടിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഷാഫി സാർ എന്നൊക്കെ പറയുമ്പോ. പക്ഷെ ഷാഫി സാറാണ് ഇവരെല്ലാരെയും കാട്ടിലും ഏറ്റവും എന്താ പറഞ്ഞാ, നമ്മൾ ആ വിചാരിക്കുന്ന ആളേ അല്ല, എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ ഫസ്റ്റ് ഷാഫി സാറിനൂടെ വർക്ക് ചെയ്യുന്ന, ഷാഫി സാർ അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, റാഫി സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്നേ പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു ബലം പിടുത്തോ അങ്ങനെ ഒന്നുമില്ല. ഒരു ഡയറക്ടർ ആയാൽ പോലും അങ്ങനെ ആവാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അല്ല ഷാഫി സാർ. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് അല്ലെ? ഈ വിഷ്ണു ഇങ്ങനെ ഇരിക്കുന്ന എന്താ? വിഷ്ണു ബേസിക്കലി ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു ബലം പിടുത്തം ഉണ്ടല്ലേ ഇവിടെ വന്നപ്പോ? എനിക്കാ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആണ് അല്ലേ? ഞാനും അതെ, നാട്ടുകാരും അതെ, വിശ്വസിക്കുകയല്ല അത്. വിഷ്ണു എന്ന് പറയുമ്പോ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുട്ടി, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ വിഷ്ണുവിനുള്ളത്. ബോയ് നെക്സ്റ്റ് ഡോർ, അങ്ങനെയാണ് നമ്മളിപ്പോ എല്ലാം വിഷ്ണുവിനെ കണ്ടേക്കുന്നത്. അപ്പൊ വിഷ്ണു ബലം പിടിച്ചിരുന്നിരുന്ന ഇപ്പൊ നാട്ടുകാർ ഇങ്ങോട്ട് കയറുമ്പോൾ തല്ലും. ബലം മതി. സെറ്റിലായാലും ഇപ്പൊ വിഷ്ണുവേട്ടന്റെ മേക്കപ്പ് അസിസ്റ്റന്റ് ആ സുജിൽ ചേട്ടന്റെ ഇഷ്ടം തുടങ്ങി ഷാഫി സാറിന്റെ ഇഷ്ടം വരെ എല്ലാവരുടെയും ഇഷ്ടം നോക്കി ചെയ്ത് അങ്ങനെ എല്ലാരെയും കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ് വിഷ്ണുവേട്ടൻ. പക്ഷെ കുറച്ച് കൂടുതൽ വർത്താനം പറയുന്നത് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, അത് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ മാനസിക എവിടെന്നോ ഇല്ലാത്തൊരു എനർജി വരും. അത് കണ്ടിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അല്ല ഓക്കെ. വിഷ്ണു ശരിക്കും ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്, സിബി മലയിൽ സാറിന്റെ. അപ്പൊ അതില് ഇങ്ങനെ ഒരു ചെറിയ വേഷത്തിന് കുഞ്ഞിലേ അച്ഛനും അമ്മയും പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്നാണ്? ഇല്ല, എനിക്ക് അന്ന് മിമിക്രിക്ക് സ്റ്റേറ്റിൽ പ്രൈസ് ഒക്കെ കിട്ടി, യൂത്ത് ഫെസ്റ്റിവലിൽ. കലാകാരനാണ്. അപ്പോൾ നിഷാദ് ഖാൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സിബി സാറിന്റെ. മൻരാജ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. മൻരാജ് ചേട്ടൻ ഒരു ആക്ടറാണ്. മൻരാജ് ചേട്ടൻ്റെ മിമിക്രി ട്രൂപ്പിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൻരാജ് ചേട്ടൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി വിളിച്ചിട്ട് അങ്ങനെ ചെന്നതാണ് സെറ്റിൽ. അപ്പോൾ അതിലൊരു ക്യാരക്ടറിന് വേണ്ടി വിളിപ്പിച്ചത്. പക്ഷെ അത് ഓൾറെഡി വേറൊരു പയ്യനെ ഫിക്സ് ചെയ്തു. എന്നോട് പറഞ്ഞു, അല്ല നീ കൂട്ടത്തിൽ നിന്നതിൽ കുറേ പിള്ളേർ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പിള്ളേരുണ്ട്, ജയിലിൽ കിടക്കുന്ന പിള്ളേരുടെ ലുക്ക് നോക്കുമ്പോൾ ഞാനൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് എന്നെയൊക്കെ പിടിച്ച് അതിൽ നിർത്തി. എന്നിട്ട് അങ്ങനെ അടുത്ത ദിവസം ഷൂട്ടിൽ ഒരു ഡയലോഗ് വന്നപ്പോൾ ഇത് ആര് പറയുമെന്ന് ചോദിച്ചു. കൂട്ടത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അപ്പോൾ നിഷാദ് കോടി വന്നിട്ട്, എടാ നീ പറഞ്ഞോളൂല്ലേ? ഞാൻ പറഞ്ഞോളാം. റിഹേഴ്സൽ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടമായി.
ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പം അന്ന് മറ്റേ ഇതാണല്ലോ ഫിലിമൊക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയപ്പോൾ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയ പോലെ അത് കരയണാണ്. TS രാജേട്ടൻ തല്ലണതാ. ആരാണ് ആ പുള്ളി ഇങ്ങനെ വന്ന് അതൊരു തമാശ പറയണ നീ അതിൽ കയറി കുപ്പി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് തല്ലിക്കോളാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ ആ പടത്തിൽ കുറേ സീനുകളിൽ എനിക്ക് ഡയലോഗൊക്കെ തന്നു. അത് കഴിഞ്ഞ് സിബി സാറുടെ അമൃതം എന്ന് പറയുന്ന സിനിമയിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നു. അപ്പോൾ എനിക്കൊന്ന് സിബി സാറിന് അവിടെ എവിടെയോ ക്ലിക്ക് ചെയ്തു. ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു നല്ല ആക്ടർ ആണ് എന്നുള്ള സാറിന് മനസ്സിലായി തോന്നുന്നു. അങ്ങനെ വന്നു. അതെ, ഓക്കെ. ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരുപാട് നല്ലൊരു എന്താ പറയുക ടേണിംഗ് പോയിന്റ് ആണ് വിഷ്ണുവിന് ശരിക്കും തന്നത്. കുഞ്ഞുനാൾ മുതലേ കലയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു ആക്ടർ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പം മുതലേ ആക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെ കൂട്ടുകാരൊക്കെ പറയും ഇവൻ വലുതാവുമ്പോൾ സിനിമ നടനാവട്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ഉള്ളിനുള്ള ഞാൻ എന്തായാലും സിനിമ നടനാവാനുള്ള ആളാണല്ലോ. ഞാൻ വേറെ ഒന്നിനു വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഡിഗ്രി വേറെ ഒന്നിനും രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ്, മഹാരാജസിലാണ് പഠിച്ചത്. അപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്കും സിനിമയിൽ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പടത്തിലൊക്കെ ചെറിയ വേഷമൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് കട്ടപ്പനയിൽ ഹീറോ ക്യാരക്ടറൊക്കെ അഭിനയിച്ചതിന് ശേഷം ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു നായകനാവാൻ പറ്റുമെന്ന്? അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത് അത് ശരി, അപ്പോൾ നമ്മളൊന്ന് നായകനായിട്ടൊന്നും. അല്ല, ശരിക്കും ഞാൻ ചോദിക്കുന്നത് അതിനകത്തൊരു ഡയലോഗ് തന്നെ അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എന്നതും അതുമല്ല. ശരിക്കും അതേപോലെ ആ ഒരു ക്യാരക്ടർ കഷ്ടപ്പെട്ടതുപോലെ ഒരു ആക്ടർ ആവാൻ വിഷ്ണു ശ്രമിച്ചിട്ടുണ്ടോ? അത് ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ കിച്ചു എന്ന് പറയുന്ന കഥാപാത്രം ഒരു കുറേയൊക്കെ ഞാനും ആണ് അതിൽ. ഞാൻ മാത്രമല്ല, ഒത്തിരി നമ്മുടെ നാട്ടിലെ സിനിമാ മോഹമായിട്ട് നടക്കണ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് അതിലെ ക്യാരക്ടർ. അതിനകത്തെ ക്യാരക്ടറിനകത്ത് ശരിക്കും പറഞ്ഞാൽ അമ്മയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ക്യാരക്ടർ അല്ലെ? അതിനകത്ത് ഒരു ഭയങ്കര സെന്റി ആയിട്ടൊരു ഡയലോഗ് ഉണ്ട് ഇല്ലേ മോളെ? എല്ലാവർക്കും അറിയാം. അത് അമ്മയോട് ചൂടാവാൻ നേരത്ത് ദാസപ്പ നീ എന്തിനാണ് ഈ അമ്മയോടൊക്കെ ചൂടാവണേ ചോദിക്കണ. അപ്പൊ ചോദിക്കേ മൊത്തം ചോദിക്കേ ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക്. പിന്നെ അല്ലാണ്ട് അത് കേൾക്കാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ദാസപ്പന്റെ മറുപടി പറയണം. അന്ന് എന്നോട് പറയൂ, ഞാൻ പറയാം. ദാസപ്പന്റെ മറുപടി എന്താന്ന് ഓർമ്മയുണ്ടോ? ധർമ്മേട്ടൻ പറയണ മറുപടി ഞാൻ പറയാം. അല്ല, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. പറയൂ ആ ഡയലോഗ് മതി. എടാ ദാസപ്പ, നീ അമ്മയോടൊന്നും ഇങ്ങനെ ചൂടാവില്ല കേട്ടോ. മറുപടി പുള്ളി പറഞ്ഞ നമുക്ക് ഈ ലോകത്ത് നമ്മളെ വിട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരാളുകൾ അത് നമ്മുടെ അമ്മയാണ്. ഇതാണ് ദാസപ്പൻ പറയണ മറുപടി. അതുകൊണ്ടാണ് ആ തരത്തിലാണ് നമ്മൾ ചൂടാണ്. അപ്പം കിച്ചു പറയും അത് വെറുതെ തോന്നണാട്ടോ, നിൻ്റെ അമ്മ കൂടെ ഉള്ളോട് തോന്നണാട്ടോ, നാളെ ഇവരില്ലാത്തൊരു സമയം വരും. അപ്പോൾ ഭയങ്കര സങ്കടാടാ, നമുക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് ശരിക്കും അല്ലേ, നമ്മൾ എപ്പോൾ കേട്ടാലും ഈവൻ അത് ക്യാരക്ടറിൽ പോലും അല്ലാതെ നമ്മൾ ചുമ്മാ കേൾക്കുവാണെങ്കിലും ആ ഒരു അല്ലേ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു സാധനം. അത് വിട്, വിഷമിക്കുന്ന സാധനം ഒന്നും വേണ്ട. വിഷ്ണു നല്ലതായിട്ട് പാട്ട് പാടൂല വിഷ്ണു? വിഷ്ണു പാടൂല എന്ന് പറയരുത്, ലോകം മുഴുവൻ കേട്ടതാ മോനെ. ഏത് പാട്ട്? നിത്യഹരിത വേറെ ആരുമില്ലല്ലോ പാടി. അത് ഇങ്ങനെ വെറുതെ മൂളിപ്പാട്ട് പാടിയതാണ്. അതൊന്ന് മൂടിയേ ഞങ്ങളൊന്ന് കേൾക്കാം. അല്ല, നമുക്ക് യഥാർത്ഥ പാട്ടുകാരുണ്ട്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിലും പാടും. ഞാൻ പാടുപെടും, ഞാൻ സപ്പോർട്ട് ചെയ്യാം. പിച്ച് മാറിപ്പോയെന്ന് പറയാൻ പിച്ചരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. മൂങ്കിൽ തോട്ടം മൂലി ഹവാസോ നിറഞ്ഞ മൗനോ നീ പാടും ഗീതോ പൗർണമീരവ് പനി വീഴും കാട് ഒത്തയടിപ്പാത കൂടെ പൊടിനട ഇത് പോതും എനക്ക് ഇത് പോതുമേ വേറെന്ന വേണു നീ പോതുമേ. നല്ലായിട്ട് പാടിയിട്ടാണ്
ആണോ വിഷ്ണു അറിഞ്ഞൂടാ മേലാന്ന് പറയുന്നേ? അയ്യോ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ പാടും. ഇപ്പൊ tension അടിച്ചിട്ട്. ഇവിടെ എന്നത്തിനാണ് ടെൻഷൻ? ഇവിടെ ഒരു ടെൻഷനും വേണ്ട. മാനസ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 മൂവീസ് അഭിനയിച്ചു കഴിഞ്ഞു അല്ലേ ഇപ്പം സോഫാർ അല്ലേ? അത് ചുമ്മാതൊന്നും അല്ല, ശരിക്കും ഭയങ്കര സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പം എന്താ പറയാ, ഋത്തിക് റോഷന്റെ കൂടെ വരെ അഭിനയിച്ചേക്കും. ആ പിന്നെ അല്ല, എനിക്കൊന്ന് ദിലീപേട്ടനോടെ പൃഥ്വിയിലൂടെ ഒക്കെ അല്ലേ ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പ്. ഓക്കെ, ഈ 10 പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അയ്യോ, എക്സ്പീരിയൻസ് എന്താ ചോദിച്ചാ നമ്മുടെ വിഷ്ണു വരെ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ചെറുതിലെ ചെയ്യുമ്പോ ടെൻഷൻ ഇല്ല, കാരണം എല്ലാരും എന്തെങ്കിലും ചെയ്യുമ്പോ തന്നെ കൈയടിച്ചു തരും, അങ്ങനെയൊക്കെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. നിങ്ങളും പ്രോത്സാഹിപ്പിക്കായിരുന്നില്ല ഇങ്ങനെ കൈയടിച്ചു? അല്ല, പക്ഷെ വലുതാകുമ്പോ നമുക്ക് ഒരു കുറച്ചും കൂടെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് തോന്നില്ലേ? എന്തൊക്കെയോ നമ്മുടെ ഷോൾഡറിലുള്ള പോലത്തെ ഒരു ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ഉള്ള പോലത്തെ ഒരു ഫീലൊക്കെ തോന്നില്ലേ? അപ്പൊ ടെൻഷനാ. പിന്നെ സെറ്റിൽ പോയിട്ട് എല്ലാരും എങ്ങനെയായിരിക്കും ആയിരിക്കോ എന്നൊക്കെ ഉള്ള. ചെറുതിലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതാ, ചെറുതിലെ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. നമ്മള് ചെല്ലുക, നമ്മുടെ ജോലി ചെയ്യാ, തിരിച്ചു പോരുക അല്ലേ? ചെല്ലുക, കളിക്കുക, തിരിച്ചു പോരുക. ഓക്കെ, അപ്പൊ കുഞ്ഞുനാളിലുള്ള അങ്ങനെ അത്രയും ഈസി ഗോ ആയിട്ട് എടുത്തു. പക്ഷെ വലുതാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് മോള് പറഞ്ഞു. അപ്പൊ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ മോൾ അതിൻ്റെതായ ട്രൂ ഡെഡിക്കേഷൻ വേണം. ആ ക്യാരക്ടർ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഹോംവർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനും മമ്മയാണ് സ്ക്രിപ്റ്റ് കേൾക്കുക. അപ്പം മമ്മയാണ് എപ്പോഴും എന്താണ് ഒരു നല്ലാണോ ചീത്തയാണോ എടുക്കണോ വേണ്ടേന്ന് എന്നെക്കാട്ടിലും സെൻസ് അത്യാവശ്യം മമ്മയ്ക്കാണുള്ളത്. മമ്മക്കൊരു സെൻസ് ഇല്ലോ വിഷ്ണു കേൾക്കുക കൂടി ചെയ്തല്ലേ? മമ്മയാണ് എല്ലാം ചൂസ് ചെയ്യുന്നത്. മോള് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഭരതനാട്യം. എത്ര നാളുണ്ടായിരുന്നു മോള് അബ്രോഡ്? ഞാൻ 10th വരെ. 10th, അത് കഴിഞ്ഞിട്ട് ഇപ്പം ദുബായില് വളർന്ന കുട്ടിയാണെന്ന് സംസാരത്തിൽ തോന്നൂല. ഇപ്പൊ ഇവിടെയുള്ള പിള്ളേര് വരെ ആക്ച്വലി യുനോ എന്ന് പറയുമെങ്കിൽ ഏർപ്പാടാ അല്ലെ? അത് മലയാളം അറിയാൻ മേലാത്ത പോലെ വർത്താനം പറയുന്നത്. പക്ഷെ മാനസ ഭയങ്കര മലയാളം, അതാ ഭാഷാശുദ്ധി ഭയങ്കര. അതല്ല, ഞാനൊരു കാര്യം പറയാം. എനിക്ക് അത് അപ്പനും അമ്മയ്ക്കുള്ള ക്രെഡിറ്റ് ആട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അച്ഛാ, നമ്മൾ ആ ഒരു സ്ലാങ് നമ്മുടെ വീട്ടിൽ വേണ്ട, മലയാളം നമ്മുടെ മലയാളി കുട്ടിയല്ലേ, അപ്പൊ ആ ഒരു മലയാളം പഠിക്കണം എന്നുള്ളത് അപ്പനമ്മയ്ക്കാ ക്രെഡിറ്റ്, അത് മാനസയ്ക്ക്. അത് ഞാൻ അവർക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന പോലെ അറിയണ വാക്കുകളൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് പറയും പുള്ളിക്കാരി. പക്ഷെ എല്ലാ മലയാളം വാക്കുകളൊന്നും അറിയില്ല. ജുഗുപ്സാവഹം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. ഈ അടുത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ജുഗുപ്സാവഹം അതാരോ ഉണ്ടാക്കിയെന്ന് മനസ്സിലായില്ലേ? അതാരാണ് അങ്ങനൊരു പ്രയോഗമാണ്. മീനിങ് ഒന്ന് പറഞ്ഞേ. ഓ, നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അർത്ഥം കണ്ടുപിടിക്കാൻ നിൽക്കുക. ഓക്കെ, ഈ ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ചിട്ട് അതിനെന്തുവാ മെസ്സേജസ് ഉണ്ടോ, അതോ ഒരു എന്താ അതിന്റെ ത്രെഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഫനേജിലെ കുറിച്ചുള്ള കഥയാണ്. അതാണ് ചിൽഡ്രൻസ് പാർക്ക്. അതിൽ 100ഓളം കുട്ടികളുണ്ട്. ഞാനും ഷറഫക്കയും ധ്രുവനും ആണ് ആ ഓർഫനേജിലേക്ക് വന്ന 3 ചെറുപ്പക്കാർ. ഞങ്ങൾ പെയറായിട്ട് 3 നായികമാരുണ്ട്. ഒന്ന് മാനസ, ഗായത്രി സുരേഷ്, സൗമ്യ മേനോൻ, പിന്നെ ഹരീഷ് കണാരനുണ്ട്. റാഫി സാറാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ തന്നെ നമുക്ക് പടത്തിൻ്റെ ഏകദേശം ഒരു ജോണർ മനസ്സിലാവുമല്ലോ. പിന്നെ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും ഈ പിള്ളേർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില ഇൻഫ്ലുവൻസും ഇതൊക്കെയാണ് ഇതിൻ്റെ ജീവിതം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. ഓക്കെ, മാനസ ശരിക്കും വിഷ്ണുവിന്റെ അടുത്ത് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഞാനോ? ഇല്ല, പടത്തിൽ ഭയങ്കര ആരാധനയാണ് വിഷ്ണുവിന്റെ ക്യാരക്ടറിനോട്. ഓ, മോടെ ക്യാരക്ടർ എന്താ? മോടെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടർ പേര് പ്രാർത്ഥന എന്നാണ്. ഈ ഓർഫനേജിൽ തന്നെ വളർന്നതാണ്. അപ്പം ഒരു വലുതായപ്പോഴത്തേക്ക് ആ ഓർഫനേജിലെ ബാക്കി കുട്ടികളെയൊക്കെ നോക്കുന്നു, പിന്നെ അവിടുത്തെ സുഖമില്ലാത്ത മാഷിനെ നോക്കുന്ന അല്ലേ? നിങ്ങൾ കൈവിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാശിക്ക് വന്നേക്കോ? ഷാഫി സാർ ഓടിക്കുന്നു, എന്നോടൊന്നും ഇതല്ലല്ലോ പറയാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ, എന്തായാലും സിനിമ കാണണം എന്നുള്ളൊരു സസ്പെൻസ് ഇട്ടേച്ചല്ലേ നിങ്ങൾ ഇത്രയും പറയുന്നത്. എന്തായാലും ഞങ്ങൾ കാണും, അത് വേറെ കാര്യം. ശരിക്കും ഈ പടത്തില് എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എല്ലാരെയും പെട്ടെന്ന് ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് വിഷ്ണുവിനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം ഈ പടത്തില് വിഷ്ണു കുറച്ച് എന്തെങ്കിലും സ്ക്രിപ്റ്റില് കോൺട്രിബ്യൂഷൻസ് ഇട്ടിട്ടുണ്ടോ? ഇതിപ്പോ റാഫി സാറ് എൻ്റെ കയ്യിൽ ഫുള്ള് സ്ക്രിപ്റ്റ് ഓൾറെഡി ഉള്ള, പുള്ളി സീൻ ഓർഡറൊക്കെ ചെയ്തു വെച്ച സിനിമയാണ്. അപ്പം അതിൻ്റെ ഷൂട്ടിന് മുമ്പ് പുള്ളി എഴുതാൻ നേരത്ത് വെറുതെ ഡിസ്കഷനായിട്ട് ഷാഫി സാറും റാഫി സാറും ഞാനും കൂടിയാണ് ഇരുന്നത്. ഞങ്ങൾ മൂന്നാറൊക്കെ പോയിരുന്ന്
അപ്പോൾ ഡിസ്കഷനിൽ പലരും പല അഭിപ്രായം പറയും. ചിലതൊക്കെ എടുക്കും, ചിലതൊന്നും എടുക്കൂല. അതിൻ്റെ ഇടയിൽ കുറേ ഹ്യൂമറുകൾ ഉണ്ടായിരുന്നു. അല്ല ശരിക്കും വിഷ്ണു ഈ അമർ അക്ബർ ആന്റണി അത് വിഷ്ണുവിന്റെ സ്ക്രിപ്റ്റ് അല്ലേ ഞാനും ബിബിനും കൂടി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല. അത്ര നല്ല ഹ്യൂമർ അതിനകത്ത് വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ വിഷ്ണു ശരിക്കും ഇതിനകത്ത് വിഷ്ണുവിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല അങ്ങനെ അതുമായിട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ എന്താ നമ്മുടെ റാഫി സാറിന്റെ സ്ക്രിപ്റ്റിന്റെ ഇടയിൽ കൊണ്ട് നമുക്കൊന്നും പറയാനില്ല. റാഫി സാറും ഷാഫി സാറും ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു സാധനമാണെന്നെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ആര് പറഞ്ഞാലും സിനിമയ്ക്ക് ഗുണമുള്ളതാണെങ്കിൽ അവർ എടുക്കും. കറക്റ്റ്. അവർക്ക് ഔട്ട്പുട്ട് ബെസ്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം ചെയ്യും. കളക്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഡിസ്കഷന് ഞങ്ങൾ ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാറിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ്റെ അടുത്ത് അവിടെയും പോയിട്ട് ഞങ്ങൾ ഒരു 10-15 ദിവസത്തോളം ഇരുന്നായിരുന്നു സ്ക്രിപ്റ്റ് ഫൈനൽ എഴുത്തൊക്കെ ആയിട്ട്. ആ സമയത്താണ് വെള്ളപ്പൊക്കം വന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ കുറേ കോമഡികൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ലാസ്റ്റ് എഴുതി കംപ്ലീറ്റ് ആയി വന്നപ്പോൾ 3 നായകന്മാരാണല്ലോ, എല്ലാം ബാലൻസ് ചെയ്യാൻ വേണം. അങ്ങനെയൊക്കെ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ഫസ്റ്റ് ഹാഫ് വരെ കേട്ടപ്പോൾ എൻ്റെ ഇത്തിരി കുറവല്ലേ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ വന്നപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് സാറും റാഫി സാറും ഞാനും. അപ്പോൾ റാഫി സാർ പറഞ്ഞു അപ്പോൾ ശരിയാണ്. റാഫി സാർ തന്നെ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ വിഷ്ണുവിൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സാധനം കൂടി വേണം, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറയാന്ന് എന്നോട്. അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്യം കടിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറച്ച് നേരം നടന്നിട്ട് റാഫി സാർ എന്നെ നോക്കിയിട്ട് ഞാൻ ഇത്രയും ദിവസം കൊണ്ട് 50 കൗണ്ടർ പറഞ്ഞു, 25 ധ്രുവനും വെച്ചു കൊടുത്ത്, 25 ഷറഫിനും വെച്ചു കൊടുത്ത്, എന്നിട്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അതും എന്നോട് ഉണ്ടാക്കാൻ പറ, ഇങ്ങനെയല്ലേ നീ ഇരുന്ന് ചിന്തിക്കണേന്ന്. ഞാനപ്പോൾ തന്നെ സാറിനോട് സാറിന് മൈൻഡ് റീഡിങ് അറിയാമല്ലേ. പക്ഷെ അങ്ങനെ ഒരു ഡിസ്കഷൻസ് ഒക്കെ നല്ലതല്ലേ, നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല എന്താ പറയുക നല്ല മൂമെന്റ്സ് ഒക്കെ നല്ലതായിട്ട് പാസ് ചെയ്ത് പോകും. പിന്നെ ഒരു കാര്യം ചോദിച്ചു, അപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റാഫി സാറാണ്. ഇവരെല്ലാരും ഉള്ള സീനിൽ നിൽക്കുമ്പോ നമുക്കാണ് ടെൻഷൻ. കാരണം ചിരി വന്നിട്ട് ഒരു കൗണ്ടറൊക്കെ പറയുമ്പോഴേ ചിരിക്കാതെ അങ്ങനെ നിൽക്കണ്ടേ. അല്ല ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ മോക്ക് ഇപ്പൊ ഇത്രയും കാലം വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് അല്ലായിരുന്നു? പിന്നെ ഭയങ്കര രസമായിരുന്നു. എനിക്കൊന്ന് ഞങ്ങൾ 6 പേരും തമ്മിലുള്ള ഏറ്റവും വലിയ യൂണിറ്റിയുടെ കാരണം തന്നെ ഷാഫി സാറാണ്. ഇപ്പം ഷാഫി സാറ് ഞങ്ങളുടെ അടുത്ത് പുതിയ പിള്ളേരല്ല, ഇവരുടെ കൂടെ ഞാൻ മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ സെറ്റിന്റെ ഒരു ഫൺ പോയെന്നെ. പക്ഷെ ഷാഫി സാർ എന്ത് രസമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇപ്പൊ ഷോട്ടിന് നിൽക്കുമ്പോഴായാലും ദേഷ്യം വന്നാൽ പോലും പറയാതെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ. പുള്ളി ഭയങ്കര ടെൻഷനുള്ള സമയത്ത് പോലും പുള്ളി കൂളായിട്ട് മാനേജ് ചെയ്ത് കളയും. നമുക്ക് തന്നെ ടെൻഷൻ, ദൈവം ഇതിപ്പോ ഇന്ന് എന്ത് ചെയ്യും, ചില ഡേറ്റിന്റെ ഇഷ്യൂ അത് ഇതൊക്കെ വരും. പുള്ളി ചിരിച്ച് കളിച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് ഡാൻസ് ആർട്സ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ പ്രൊഡ്യൂസറുടെ ബെഞ്ചിൽ പറഞ്ഞ് അത് പുള്ളി തന്നെ പറയുകയും ചെയ്യും. അല്ല ഇപ്പം ഞാൻ വിഷ്ണുവിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ. വിഷ്ണു ഇപ്പം സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. അപ്പം ശരിക്കും നമ്മുടെ ഇപ്പം ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, പല എന്താ പറയുക പല ത്രെഡായിട്ട്. ചിലത് ഫാമിലി ആയിരിക്കാം, ചിലത് ഹ്യൂമർ ആയിരിക്കാം, എല്ലാം. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിക്കാം, ഇപ്പം നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഹ്യൂമർ കഥയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൊമേഴ്ഷ്യലി പോകുന്നത്. വയബിൾ ആയിട്ടുള്ളത് ഞങ്ങളുടെ അനുഭവം, എൻ്റെ ബിബിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഉള്ള കഥയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന 2 പടവും ഇപ്പം ഇറങ്ങാൻ പോകുന്ന 3ാമത്തെ യമണ്ടൻ പ്രേമകഥ. ഇപ്പം ഈ ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇമോഷനും ഒരു പ്രാധാന്യമുള്ളൂ. ആ ഫാമിലി ഉണ്ടെങ്കിലാണ് നമ്മൾ പറയണ ഹ്യൂമറിനൊക്കെ ഒരു ബലം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇത് എൻറ്റയർലി വിട്ടിട്ട് ഏതെങ്കിലും വേറെ സബ്ജക്റ്റ് ഉണ്ടോ വിഷ്ണുവിന്റെ മനസ്സിൽ? ഇല്ല, ഹ്യൂമർ അല്ലാതെ വേറെ. ബേസിക്കലി ഞാനും ബിബിനും തിരക്കഥാകൃത്തുക്കൾ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ആൾക്കാരല്ല. കാരണം ഇപ്പം ഏത് റൈറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാലും 2-3 സബ്ജക്റ്റെങ്കിലും മിനിമം അവരുടെ കയ്യിലുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ യമണ്ടൻ പ്രേമകഥ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തലയിൽ. ഇതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞ് തിയേറ്ററിലെത്തി അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളും കൂടി കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങാൻ അറിയാൻ പാടുള്ളൂ. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് സമയം എടുക്കുമോ? ഞങ്ങൾ 1.5 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. 1.5 വർഷം ഒരു സ്ക്രിപ്റ്റ്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ടക്ക് എന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇപ്പോൾ റാഫി സാറൊക്കെ സ്വിച്ച് ഇട്ട പോലെ എഴുതി തീർത്ത് കളയും. പിന്നെ പുള്ളി ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് 2 നടക്കും. പിറ്റേ ദിവസം രാവിലെ സെയിം കഥയ്ക്ക് ഒരു 5 ട്രാക്ക് പുള്ളി പുതിയത് പറയും.
അപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ ദൈവം ഇതിൽ ഏത് സെലക്ട് ചെയ്ത് എല്ലാം നല്ലതാണല്ലോ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അതെന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ വേറൊരു ടാലൻ്റാണത്. ഓക്കെ. ഞങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല. ടാലന്റ് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് എഴുതാനുള്ള പരിപാടി എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. പിന്നെ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളല്ലേ അവർ, അപ്പൊ പിന്നെ അത്രയും സ്പീഡ് എന്തായാലും കിട്ടും. വിഷ്ണുവിന് ശരിക്കും സ്ക്രിപ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അഭിനയിക്കാനാണ്? രണ്ടും ഇഷ്ടമാണ്. കാരണം അഭിനയമാണ് നമ്മളെ ആദ്യത്തെ ലക്ഷ്യമായിരുന്നതും എഴുത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് എന്നാൽ നമുക്ക് തന്നെ എഴുതാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നതും അങ്ങനെ എഴുതിയതാണ് അമർ അക്ബർ അന്തോണിയുടെ സ്ക്രിപ്റ്റ്. ഓക്കെ. എന്തായാലും വിഷ്ണു കുഞ്ഞുനാൾ പോലെ സിനിമയിൽ വന്നു. മാനസ കുറച്ചല്ലേ ആയാലോ? ഞാനും കുഞ്ഞിലെ സുരേഷ് എന്നെക്കാളും കുഞ്ഞിലേ വന്നു. ചെയ്തിട്ടുണ്ട്. ആണോ? കടാക്ഷം എന്ന് പറഞ്ഞ മൂവിയില് 10th കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു. ഇവിടെ എവിടെ ജോയിൻ ചെയ്തു? ഇവിടെ ഞാൻ 11th ഉം 12th ഉം ചോയ്സ് സ്കൂളിൽ പഠിച്ചു. എന്നാ ആവാനാ ഇഷ്ടം? എനിക്ക് മെഡിസിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ദുബായിൽ നിന്ന് ഞാൻ കോച്ചിങ്ങിനെന്ന് പറഞ്ഞു വന്നത്. അപ്പോഴത്തേക്കും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ കോച്ചിങ്ങിനൊന്നും പോയില്ല. അങ്ങനെ എഞ്ചിനീയറിംഗിന് ചേർന്നു. ഇപ്പൊ ആവശ്യത്തിന് മെഡിസിൻ മേടിക്കാനൊക്കെ പോകുന്നുണ്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ. അങ്ങനെയല്ല, ചുമ്മാ തമാശ പറഞ്ഞ ഏറ്റില്ല പോട്ടെ. ചോക്ക് ഒരു ഇച്ചിരി മോശമായിട്ടോ, പെട്ടെന്ന് കത്തിയില്ല. ഞാൻ വിചാരിച്ചു ഇതെന്ത് പെട്ടെന്ന് പിന്നെയാ കത്തിയതോ, ഇന്നതാണല്ലോ റിലേറ്റ് ചെയ്തത്. കുറച്ച് ഭക്ഷണം കൊടുക്കാം അല്ലേ? ഇനിയിപ്പോ ഞാൻ കഴിക്കണമെന്നാണ് സംശയം. എന്നിട്ട് എന്റെ ചോക്ക് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കണമെന്നാണ് വിചാരിച്ചത്. ഷെയർ ചെയ്യാം. എന്താ കഴിക്കാത്ത ഇതിലൊരു അപകടം കഷ്ണമുണ്ട് വിഷ്ണു, അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ എന്റെ സന്തോഷത്തോടെ ഞാൻ ഉണ്ടാക്കി തന്നതാ. ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിഷ്ണു ഫേവറേറ്റ് ഫുഡ് എന്താ? പച്ചവെള്ളം. എനിക്ക് അങ്ങനെ ഒരു ഫുഡ് എന്നുള്ളതില്ല, ഞാൻ എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്. പച്ചവെള്ളം. ഏയ് മാനസ, ഒരു കാര്യം ചോദിച്ചിട്ട്, താൻ ഭയങ്കര ഡയറ്റ് ഒക്കെ ആണോ? ഞാനോ? അയ്യോ വിഷ്ണു പുച്ഛിക്കുന്നു. ഡയറ്റ് ഇല്ല, പക്ഷെ ഒരു നേരം ഒരുപാട് ആഹാരം കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് കുറയ്ക്കും. അല്ല, ഇപ്പൊ ഒരു ഭയങ്കര ഹീറോയിൻ ഒക്കെയാണ്, ഒരു സെലിബ്രിറ്റിയാണ്, അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയൊക്കെ നോക്കണം എന്നൊക്കെ അങ്ങനത്തെ ചിന്തയുണ്ടോ? അതും മമ്മയ്ക്ക് ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് നിർബന്ധമായിട്ടാ? അങ്ങനെയല്ല, മമ്മയ്ക്ക് എന്നെ കാണുമ്പം ഞാൻ വണ്ണം വെച്ചു എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് ആഹാരം ഉണ്ടാക്കും 2 ദിവസം. എന്നാ നല്ല അമ്മയുടെ. അപ്പം മറ്റേ ഞാൻ ഭയങ്കര ഫുഡ്, എനിക്ക് ഭയങ്കര കൊതിയുമാണ്. അപ്പം എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഒരു വിഷമം വരുമല്ലോ. അപ്പം അമ്മ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ദോശയിൽ നെയ്യ് ഇടാതെ ഉണ്ടാക്കും, ഇഷ്ടമല്ലാത്ത കറി ഉണ്ടാക്കും. അപ്പൊ ഞാൻ എന്തൊക്കെ സൈക്കോളജി പോവാന്ന് നോക്കിയേ. മെലിഞ്ഞു എന്ന് തോന്നുമ്പോ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. അമ്മയുടെ കയ്യിലാണ് മോളുടെ ആരോഗ്യവും എല്ലാ സൗന്ദര്യവും ഒക്കെ. ഞാൻ കുഞ്ഞിലെ ഭയങ്കര ഉണ്ടായിരുന്നു, പിന്നെ വലുതായപ്പോ അതിനായിരിക്കും അമ്മ കൊണ്ട് ഡാൻസിലൊക്കെ ചേർത്ത്. ഇനി നീ കഴിച്ചോ, ഞാൻ സംസാരിക്കാം. അവള് കുറെ നേരം ഇത് എങ്ങനെയോ തീർത്തിട്ട് അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുത്തേക്കല്ലേ? ചേച്ചിയോട് ഭർത്താവ് നിർത്തുന്നുമില്ല, എനിക്കൂടെ തിന്നാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചിട്ട് ചിലപ്പോ രാവിലെ പൊറോട്ട ആയിരിക്കും. അപ്പൊ 2 കുഞ്ഞു പൊറോട്ട ചേച്ചി. അപ്പൊ ഞാൻ 2 പൊറോട്ട തിന്നിട്ട് ഞാനിങ്ങനെ, അപ്പൊ പാത്രം അവിടെ ഇരിക്കുന്നത്, ഞാനിങ്ങനെ ആലോചിക്കും എടുക്കണോ വേണ്ടേന്ന് ആലോചിക്കാൻ. വിഷ്ണുവേട്ടൻ പാത്രം നീക്കി വെച്ചിട്ട് പറയും, ഞാനൊന്നും പറയുന്നില്ല, അറിഞ്ഞു കണ്ട് ചെയ്തോ. അല്ല, മോക്ക് ബേസിക്കലി ഭക്ഷണത്തോട് ഭയങ്കര ഇഷ്ടമല്ലേ? വിഷ്ണുവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്നാ നേരത്തെ മാനസ പറഞ്ഞല്ലോ? പച്ചവെള്ളം. ഇല്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാൻ പറയാം, എനിക്ക് അമ്മ ഉണ്ടാക്കണ ചോറും പരിപ്പും മുളകും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അല്ലേ, അമ്മമാരുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാണും നമ്മൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളത്. മാനസക്ക് ഏതാ ഇഷ്ടം? എനിക്ക് അമ്മയുടെ ചപ്പാത്തിയും പനീർ കറി. അവിടെ സെറ്റിൽ ഉണ്ടാക്കി ആന്റി? ഇല്ല, ഇവരെ വീട്ടില് ഉണ്ടാക്കി കൊണ്ടുവന്നോ അതോ വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് വീട് എറണാകുളത്ത് അടുത്തടുത്തല്ലോ. ഇവരുടെ വീട്ടില് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് തന്നെ മറ്റേ വെയിറ്റ് വാങ്ങണ മെഷീൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ കയറി നിന്ന് നോക്കിട്ട് ഓക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനല്ല തിന്നത്. അങ്ങനെ ആക്കി അത് ഇട്ടിരിക്കുന്ന ഡൈനിങ് ടേബിളിന്റെ അവിടെയല്ല, വാഷ് ബേസിന്റെ
ആ സൈഡിലായിട്ടിരുന്നു. അപ്പൊ വിഷ്ണുവേട്ടൻ കൈ കഴുകാൻ പോകുമ്പോഴൊക്കെ അവിടെ കയറി വെയിറ്റ് നോക്കും. എന്നിട്ട് വലിയ മാറ്റമൊന്നുമില്ല അല്ല, എപ്പോഴും ഒരേ വെയിറ്റ് തന്നെയാണ്. വിഷ്ണുവിന്റെ ഇനി ഭാവിയിലത്തെ പ്ലാൻ എന്തൊക്കെയാ? ഞാനിത് എങ്ങനെയും തീർക്കും. ഈ ഭാവിയിലത്തെ പ്ലാൻ അല്ല ചോദിച്ചത്, ഫ്യൂച്ചർ പ്ലാൻ. അങ്ങനെ പ്ലാനിങ് പരിപാടികളൊന്നും ഇല്ല, എല്ലാം വരുന്ന പോലെ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് അല്ല, നല്ലൊരു ആക്ടറാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ അല്ലെങ്കിൽ ഇനി ബാക്കി ഫിലിമിന്റെ കുറേ മേഖലകളുണ്ട്. ഡയറക്ടർ ആവാം, പ്രൊഡ്യൂസർ ആവാം, മ്യൂസിക്കിലാവാം. ബിക്കോസ് വിഷ്ണു നല്ലതായിട്ട് പാടുന്നുണ്ട്. അപ്പൊ മ്യൂസിക്കിലേക്ക് വിഷ്ണു ശിക്കാതെ വിഷ്ണു നല്ലതായിട്ട് പാടുന്നുണ്ട്. ചിലപ്പോ ആ മേഖലയിലേക്ക് ഒരു സകലകലാ വല്ലഭൻ ആയിക്കൂടാന്നില്ലല്ലോ. അല്ല, അങ്ങനെ വല്ല ഇൻട്രസ്റ്റ് വരുന്ന പോലെ വരട്ടെ എന്നുള്ളൂ. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഡയറക്റ്റ് ചെയ്യണതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ചെയ്യാനുള്ള ധൈര്യവും ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ ഞാനും ബിബിനും കൂടി ഒരുമിച്ച് ചെയ്താൽ കൊള്ളാന്ന് ഒരു ചർച്ചയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു. നമുക്ക് നോക്കാം, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മോക്കെന്താ? എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ 2 പടം ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് പ്രൊഫഷണലി ആയാലും ആസ് എ ഹ്യൂമൻ ആയാലും എനിക്ക് വിഷ്ണുവിനെ കണ്ടതിന് ശേഷം മാറ്റമുണ്ട് ഇൻ എ ഗുഡ് വേ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കരിയറിൽ നമ്മൾ എന്തുമാത്രം ഡെഡിക്കേറ്റഡും ഹമ്പിളും ആയിരിക്കണം. ഇപ്പം നമ്മളൊരു എന്താ ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവരോടും എന്തൊക്കെ വാല്യൂസ് കാണിക്കണം. അപ്പം അങ്ങനെ കുറേ പേരെ വിഷ്ണുവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കേസ് പറഞ്ഞാണ്. പക്ഷെ ഒരു 10 കാര്യം അല്ലാതെ ഇത്രയും മാനസികനെ ഇൻസ്പയർ ചെയ്യാനും മാത്രം വിഷ്ണു ഒരു 10 ഉപദേശം ഞങ്ങൾക്ക് കൂടെ തരും. അങ്ങനെ ഉപദേശം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഉപദേശിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സ് ഭയങ്കര ചേഞ്ച് ആ മനസ്സേക്ക് വന്നതെന്ന് മമ്മയോട് ചോദിച്ചാൽ ചിലപ്പോ അറിയായിരിക്കും. എന്റെ നമുക്ക് വന്ന ചേഞ്ച് വിഷ്ണു ഏതാണ്ട് വലിയൊരു കാര്യമാ ചെയ്തേക്കുന്നേ. ഇവിടെ വെച്ചറിഞ്ഞില്ലേ? ഞങ്ങളുടെ കോളേജ് ആർട്സ് ഡേക്ക് വിഷ്ണുവേട്ടൻ വന്നിരുന്നു. വികടകുമാരൻ കഴിഞ്ഞപ്പം ഞാൻ തന്നെ വരൂ പ്ലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണുവേട്ടൻ വന്നിരുന്നു. അപ്പം ഫസ്റ്റിലത്തെ സ്പീച്ച് ഇങ്ങനെ ഭയങ്കര കോമഡി ഒക്കെ ആയിരുന്നു, സിനിമയിൽ വന്ന കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ. എൻ്റെ ആയപ്പോഴത്തേക്കും എഡ്യൂക്കേഷൻ എന്തായിരിക്കണം എന്നുള്ളത് അല്ല വിഷ്ണുവേട്ടാ. ഇപ്പം വെറുതെ ബുക്ക് നോക്കി പഠിക്കുന്നതല്ലേ വിഷ്ണു. അതൊന്ന് അവിടെ നിൽക്കട്ടെ, ഇനി ഞങ്ങൾക്ക് പറഞ്ഞുതരൂ. ആ ബാക്കി പ്രശ്നം ഇവിടെ പറഞ്ഞുതരൂ. അതല്ല ഇതെല്ലാം ഒന്നും മൈക്കിന്റെ മുന്നേ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ വായി തോന്നിയത് വരും. ഇപ്പൊ വായി തോന്നി എന്നെ ചീത്ത വിളിക്കരുത്. അത് ഞാൻ പറഞ്ഞതേ ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോ പറയാനായിട്ട് അതിവിടെ ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇത് കാണുന്ന എത്ര കുട്ടികളുണ്ടാവും. ചിലപ്പം വിഷ്ണുവിന്റെ ഒരു വാക്കായിരിക്കും ആ കുട്ടികൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വരുന്നത്. അത് ഈ വിൽഡ്യൂറന്റ് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണെന്ന്. അപ്പോൾ ഈ സിലബസിലുള്ളതെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് പരീക്ഷ എഴുതി ഉയർന്ന മാർക്ക് മേടിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ മനസ്സറിയാൻ, അവൻ്റെ വിശപ്പറിയാൻ, അല്ലെങ്കിൽ അവളുടെ സങ്കടം അറിയാൻ, കണ്ണീര് കാണാൻ, അതൊക്കെ കഴിയുന്നതാണ് വിദ്യാഭ്യാസം. ഏറ്റവും എൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം, മിനിമം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അങ്ങ് സ്പീച്ചിൽ ഇങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അതെന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. ശരിക്കും അത് എന്നെ നല്ലൊരു മെസ്സേജാണ് പിന്നെ തീർച്ചയായിട്ടും കാര്യമായിട്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ ചിരിച്ചുകൊണ്ട് അങ്ങ് തമാശ രീതിയിൽ. പക്ഷെ ഇത് കേൾക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ, എത്ര കുട്ടികളുണ്ടെന്നറിയോ. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു മെസ്സേജാ ഇത്. ഒരു പ്രസംഗം പോലെ പറയാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമറക്ബറം തോണി എന്ന് പറയുന്ന സിനിമയിലൂടെ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഓരോ കഥകളിലും ഓരോ മെസ്സേജ് ഉണ്ടെന്ന് വെക്കാം അല്ലേ നമുക്ക്. ബിബിൻ ചേട്ടനും വിഷ്ണു ചേട്ടനും ഹ്യൂമൻ വാല്യൂസിനോട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, സെന്റിമെന്റ്സിനും. ഇനി വരാൻ പോകുന്ന പ്രോജക്ട് ഏമണ്ടൻ പ്രേമകഥ മോളുടെ എനിക്കിനി ഉറിയടി എന്ന് പറഞ്ഞിട്ട് അടികപ്പിയാരെ കൂട്ടമണി ഡയറക്ട് ചെയ്ത AJ വർഗീസിന്റെ അടുത്ത പടം ഷൂട്ട് കഴിഞ്ഞോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ഭക്ഷണം തന്നല്ലോ, ഇനി എനിക്ക് എനർജിയായിട്ട് ഒരു പാട്ട് പാടുവോ? ഇങ്ങനെയല്ല പറഞ്ഞത്. അറിയുന്ന ഏതെങ്കിലും ഒരു പാട്ട് മതി. മുൻപേ വാ. മതി, ധാരാളം. മുൻപേ വാ എന്നേ വാ ഊടേ വാ ഉയരേ വാ മുൻപേ വാ എന്നേ വാ പൂ പൂവായി പൂ പൂവാ നാനാ കേട്ടേൻ എന്നൈ നാനേ നീയാ നെഞ്ചം சொன்னதே മുൻപേ വാ എന്നേ
അത് പുതിയ സംഗതി ചെയ്യുന്നുണ്ടോ? താങ്ക് യു വെരി മച്ച് മോളെ, സൂപ്പർ ആയിട്ട് പാടിയിരുന്നു കേട്ടോ. എന്തായാലും പാട്ട് പഠിക്കുന്നുണ്ട്. പാട്ട് പഠിക്കല്ലേ മോള്? ചെറുപ്പത്തിലേ പഠിക്കാൻ വേണ്ടി. കുഞ്ഞിലെ വെക്കേഷൻ എന്റെ മോളെ നല്ല കഴിവുണ്ടായിട്ട് എന്നാത്തിനാ നിർത്തുന്ന കുഞ്ഞ്? അമ്മയുടെ നിർബന്ധത്തിന് നിർത്താൻ പറഞ്ഞ നിർബന്ധത്തിന് പോയി പഠിച്ചതാ. അത് എത്ര നാൾ പഠിച്ചു? 2 മാസം. 2 മാസം കൊണ്ട് അത്യാവശ്യം സംഗീതം കംപ്ലീറ്റ് പഠിച്ചില്ല. ഇനി എന്തിനാ പോണേ? അത് മറ്റേ എന്താണ് എന്നത്തവം ചെയ്തത് അങ്ങനത്തെ ഒക്കെ 2-3 നമുക്ക് നല്ല വോയിസ് ഉണ്ട്, നല്ലോണം പാടുന്നുണ്ട്. 2 മാസമേ പഠിച്ചിട്ടുള്ളൂ എന്നൊന്നും നല്ല പറയില്ല. ഭാവമുണ്ട് അല്ലേ? പിന്നെ ബാക്കിയെല്ലാം ഉണ്ട്. ലുക്ക് ഹൂസ് ടോക്കിംഗ്. എന്താ വിഷ്ണുവിന്റെ പാട്ട് ഭയങ്കര ഫീലാണ് അല്ലേ? ഇപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു സംശയം. നേരത്തെ പാടിയ അതെ, ഞാൻ ഒരു കാര്യം പറയാം. മനസ്സ് എന്നെ അത് കണ്ടിന്യൂ ചെയ്യട്ടോ. നല്ലതായിട്ട് പാടുന്നുണ്ട്, നല്ല സ്വീറ്റ് വോയിസ് ആണ്. എനിവേ വിഷ്ണു, താങ്ക് യു വെരി മച്ച്. ഈ പറഞ്ഞ ഇച്ചിരി സമയമാന്നേലും നല്ല കുറെ വിശേഷങ്ങൾ കേട്ടല്ലോ. താങ്ക് യു വെരി നല്ല പാവഭാജി തീർക്കാൻ പറ്റും. ബാക്കി കൂടെ തിന്നു. അത് പൊതിഞ്ഞുകൊണ്ടോ? എന്തായാലും ഉഗ്രം ഫുഡായിരുന്നു ചേച്ചി. അടിപൊളി ഫുഡ്. ഈ പ്രോഗ്രാം കാണുമ്പോൾ തുടങ്ങി ഓർത്തുണ്ട് എന്തെങ്കിലും ഇവിടെ വരണമെന്ന്. ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് മാനസ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു 2 പേർക്കും ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഒത്തിരി 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 ബിസി ആവട്ടെ. ഞാനും എൻ്റെ പ്രേക്ഷകരും ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ വേണം. അതെപ്പോഴും ഭഗവാൻ ആ ഒരു തരാനുള്ള ഒരു അവസരങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ചേച്ചി.